ന്യൂസ് 16 കേരള. ഇന്ത്യ പാക് സംഘർഷം റദ്ദാക്കിയത് 600 വിമാന സർവീസുകൾ. വിമാനങ്ങളെല്ലാം ഒരേ റൂട്ടിൽ. ഗൾഫ് മേഖലകളിലേക്ക് വ്യോമത്തിരക്കും വർദ്ധിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏകദേശം 600 വിമാനങ്ങൾ റദ്ദാക്കിയതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് സർവീസായ ഫ്ലൈറ്റ് റഡാർ 24ന്റെ ഡാറ്റ വ്യക്തമാക്കുന്നു. ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായി ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷമാണ് റദ്ദാക്കലുകൾ റിപ്പോർട്ട് ചെയ്തത്. ബുധനാഴ്ച രാവിലെ UAE സമയം ഉച്ചയ്ക്ക് 2:30 വരെ ഇരു രാജ്യങ്ങളിലുമായി 577 വിമാന സർവീസുകൾ റദ്ദാക്കിയതായി രേഖപ്പെടുത്തി. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഏകദേശം 600ഓളം വിമാനങ്ങൾ റദ്ദാക്കിയപ്പോൾ ഇന്ത്യയിൽ 430 മാത്രം റദ്ദാക്കലുകൾ റിപ്പോർട്ട് ചെയ്തു. ഇത് ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളുടെ 3%. പാകിസ്ഥാനിലെ വ്യോമഗതാഗതത്തെയാണ് സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളുടെ 17%ത്തെയാണ് ഇത് ബാധിച്ചത്. നൂറുകണക്കിന് വിമാനങ്ങളെയും ആയിരക്കണക്കിന് യാത്രക്കാരെയും ബാധിക്കുന്ന തരത്തിലാണ് സംഘർഷ സാഹചര്യമെന്നാണ് ഈ തടസ്സം വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം ഒമാൻ, UAE, കുവൈത്ത് എന്നിവിടങ്ങളിലൂടെ വിമാനങ്ങളുടെ നീണ്ട നിരയാണ്. പാകിസ്ഥാൻ അതിർത്തി പരിസരങ്ങൾ ഒഴിവാക്കി ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കുള്ള വിമാനങ്ങൾ ഒരേ റൂട്ടുകളിൽ സഞ്ചരിക്കുന്നത് വ്യോമ റൂട്ടിൽ തിരക്കിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് 200-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായും വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ കുറഞ്ഞത് 18 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടതായും ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പേസ് ജെറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ് എയർ, ചില വിദേശ കമ്പനികൾ എന്നിവ ഒന്നിലധികം വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ റദ്ദാക്കി. ഇൻഡിഗോ മാത്രം 165-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ IGIA അർദ്ധരാത്രി മുതൽ കുറഞ്ഞത് 35 വിമാനങ്ങളെങ്കിലും റദ്ദാക്കി. ഇതിനു പുറമെ ഗൾഫ് വിമാനങ്ങളും സർവീസുകൾ റദ്ദ് ചെയ്യുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്തിട്ടുണ്ട്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിമാന കമ്പനികളായ എമിറേറ്റ്സും ഫ്ലൈ ദുബായും സർവീസുകൾ റദ്ദാക്കുകയും നീട്ടിവെക്കുകയും അറിയിച്ചു. അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകളും റദ്ദാക്കി. ഖത്തർ എയർലൈൻസ് പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. പാകിസ്ഥാന് മുകളിലൂടെയുള്ള വിമാന സർവീസുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി എയർ ഫ്രാൻസ് അറിയിച്ചു. ജർമ്മനിയുടെ ലുഫ്താൻസ, ബ്രിട്ടീഷ് എയർലൈൻസ്, സ്വിസ് ഇന്റർനാഷണൽ എയർലൈൻസ്, എമിറേറ്റ്സ് എന്നിവ പാകിസ്ഥാന് വ്യോമാതിർത്തി ഒഴിവാക്കാനായി അറേബ്യൻ കടലിനു മുകളിലൂടെ വടക്കോട്ട് ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിലൂടെ വിമാനപാതകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ സൂചിപ്പിക്കുന്നു. വിമാനയാത്രയ്ക്ക് മുമ്പ് വിമാന സർവീസുകളുടെ സ്റ്റാറ്റസ് എയർപോർട്ടുകളെയോ വിമാന കമ്പനികളെയോ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് വിവിധ വിമാന കമ്പനികളും എയർപോർട്ടും അറിയിച്ചു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.